നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വസുന്ധര ചിന്തിക്കുന്നതിലും അധികം ബുദ്ധിമതിയാ നീ ഈ കുടുംബത്തിന്റെ പൂമുഖത്ത് കത്തിച്ചു വെച്ച നിലവിളക്കായി മാറും മോളെ. നല്ല വാക്കുകൾക്ക് നന്ദി. എന്നാലും ഒരു സംശയം, ആ കുടുംബത്തിൽ അമ്മയേക്കാൾ പ്രാധാന്യം ആന്റിക്കാണോ? അതെ മോളെ, എന്ത് കാര്യത്തിനും അവളുടെ തീരുമാനം ഇവിടെ അന്തിമം. അവള് ചെയ്ത ത്യാഗത്തിന്റെ ഫലവാ ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളൊക്കെ. അവളെയും നീ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്ക് ശേഷമാ നിന്റെ ജാതകം ഒത്തുവന്നത്. എന്തു വന്നാലും ഇത് നടക്കണം. ദൈവം നിശ്ചയിച്ചതുപോലെ എല്ലാം നടക്കും അമ്മേ. ശരി, അപ്പൊ നേരിട്ട് കാണാം. ശരി. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും പരസ്പരം നന്നായി ബോധിച്ചും തോന്നുന്നല്ലോ. നല്ല അമ്മയാണെന്ന് തോന്നുന്നു. അതെ അതെ, ചെക്കനെ പണ്ടേ ബോധിച്ചാണല്ലോ. പോ അമ്മയോടൊന്ന് ഒരു നുള്ളു വെച്ചെറിഞ്ഞ. ബുദ്ധിമതിയായ കുട്ടിയാ. പക്ഷേ MG റോഡിലെ പ്ലോട്ടിന്റെ കാര്യം പറഞ്ഞത് അബദ്ധമോന്ന് എന്റെ പേടി. ആ പേടി എനിക്കുമുണ്ട്. പക്ഷേ അതിന്റെ ബലത്തിലാണ് ആലോചന മുന്നോട്ട് നീങ്ങുന്നത്. ദൈവം തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ. അല്ല, നമ്മുടെ മരുമകളാകാൻ പോകുന്ന കുട്ടിയുടെ പേരെന്താ? അയ്യോ, അത് ചോദിക്കാൻ മറന്നു. സാരമില്ല, ഇന്ന് നമ്മൾ നേരിട്ട് കാണുമല്ലോ. അവളെ കാണാൻ എനിക്ക് ധൃതിയായി. എനിക്കും. ഓക്കെയാണ്. ഒട്ടും ഓവറല്ല, എന്നാ കുറവുകളും ഇല്ല. ആഹാ, നന്നായിട്ടുണ്ട് മോളെ. നിന്നെ ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കാണാൻ എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ദൈവം അതിന്ന് സാധിച്ചു തന്നു. ഇനി അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഗൗതം നല്ലയാളാ. അമ്മയും നിഖിലിനെയും സ്വന്തം പോലെ നോക്കുമെന്ന് എനിക്ക് വാക്കുവരെ തന്നിട്ടുണ്ട്. അപ്പോ കാണാൻ വരുന്നത് നിന്നെ അന്ന് ഗൗതമോനോട് നീ പറഞ്ഞോ? ഇല്ലില്ല, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്നെ കാണുമ്പോ ഗൗതം ഞെട്ടണം. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന ദേവതയാണ് കാണാൻ പോകുന്ന പെണ്ണെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ആ ദേവതയെന്നറിയുമ്പോ എന്തായിരിക്കും ആ മുഖത്തെ ഭാവം? എങ്കിൽ നിന്നെ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ദേവതയാക്കാം. അതെങ്ങനെ? അപ്പുറത്തെ ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നെക്ലസാ. ഇതും കൂടി നിന്റെ കഴുത്ത് കിടക്കട്ടെ. അയ്യോ, അത് വേണ്ടമ്മേ. നമ്മൾ ഈ നെക്ലസ് ഒക്കെ ഇട്ട് പെണ്ണ് കാണാൻ നിന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ മാല എവിടെയെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും? അതുകൊണ്ട് എനിക്കുള്ളത് മാത്രം അവര് കണ്ടാ മതി. കടം വാങ്ങിയ നെക്ലസ് അമ്മ തിരിച്ചു കൊടുത്തേക്ക്. ഇതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ, നീ ഇതും കൂടി ഇടണം. വേണ്ടമ്മേ, അർഹിക്കാത്തത് കഴുത്തി കിടന്നാ എനിക്ക് ശ്വാസം മുട്ടും. അവക്കിഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ ചന്ദ്രി. ജീവിതത്തിൽ എല്ലാ പേർക്കും ചില നല്ല പോളിസികൾ വേണം. അത്തരത്തിൽ നമ്മുടെ നിധിക്കുള്ള ഒരു നല്ല പോളിസിയാണിത്. ഇങ്ങനെ ഒരു മനസ്സും ശക്തമായ നിലപാടുകളും ശിവാനിക്കു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടൊരു സ്വർഗമായിരുന്നേനെ. ഏട്ട വിഷമിക്കേണ്ട. ശിവാനിയെ നമ്മളെല്ലാവരും ചേർന്ന് നേർവഴിക്ക് നയിക്കും. ആ ഉത്തരവാദിത്തം നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതെ മാവ, എന്തു പറഞ്ഞാലും അവൾ എന്റെ അനിയത്തിയാ. ഞാൻ അവളെ ഒരിക്കലും കൈവിട്ട് കളയില്ല. എന്തൊരു മനസ്സാ മോളെ നിനക്ക്. എനിക്കൊരു മുതിർന്ന മകനുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങും പറഞ്ഞേക്കില്ലായിരുന്നു. അവനെ കൊണ്ട് നിന്റെ കഴുത്തി താലി കെട്ടിച്ചേനെ. അതിനെ കുറെ കൂടി നേരത്തെ കല്യാണം കഴിക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി ശരി, ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ.
അവരെത്താറായോന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കാം. ശരി. അമ്മേ, അവര് വന്നു തോന്നുന്നു. ആ ഏട്ടാ, അവര് വന്നോ? വരൂ വസു. ഇതാണോ പെണ്ണിന്റെ വീട്? നമ്മുടെ വീട്ടിലെ ജോലിക്കാരികൾക്ക് പോലും ഇതിലും വലിയ വീടുണ്ടല്ലോ. എന്നാലും ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട്. പറമ്പൊക്കെ കണ്ടില്ലേ? പട്ടിക്കാട്ടില് വസ്തു ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എനിക്കറിയേണ്ടത് MG റോഡിലെ പ്ലോട്ടിനെ കുറിച്ച് മാത്രമാ. എന്നാലും വീട് പുറമേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏട്ടത്തിയാവും ഈ ചെടിയെല്ലാം വളർത്തുന്ന. ഏട്ടത്തി എന്ന് പറയാൻ നമ്മൾ ഈ വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ല. വസുന്ധരെ, ഗൗതമിന്റെ ജാതകദോഷം മാറാൻ മതി, വിസ്തരിക്കണ്ട. നിങ്ങൾ ഗൗതമിന്റെ ജാതകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് അവനെക്കുറിച്ചാ. വരൂ വരൂ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അയ്യോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വരൂ. ഏയ്, ഡോണ്ട് ടച്ച്. ഞങ്ങൾ വന്നോളാം. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം വസു. ആഹാ, വരൂ. വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും ഇരിക്കും. അതിനെന്താ, ഇരിക്കാം. ആ, ഇതാണ് എന്റെ മകൻ ഗൗതം. അറിയാം, ഫോട്ടോ കണ്ടിരുന്നു. ഇരിക്ക്. ഇരിക്കൂ വസു. യാത്രയൊക്കെ സുഖമായിരുന്നോ? അതിന് 100 കിലോമീറ്റർ ദൂരത്ത് നിന്നൊന്നുമല്ല ഞങ്ങൾ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാ ഞങ്ങളെ വീട്. അറിയാം, എങ്കിലും എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതിയാ ഞാൻ. കൊള്ളാം, അതും തുറന്നു പറഞ്ഞു. ഇത്രയും സത്യസന്ധനായൊരു മനുഷ്യനെ ഇക്കാലത്ത് കണി കാണാൻ പോലും കിട്ടില്ല, അല്ലേ വസു? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാ. എന്റെ ഇടപാടുകൾ തികച്ചും സത്യസന്ധമായേ ഞാൻ നടത്താറുള്ളൂ. അല്ല, എന്താ മോനൊന്നും മിണ്ടാത്തെ? ഏയ്, ഞാൻ വെറുതെ വീടൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഏട്ടൻ നോക്കുന്നത് വീടല്ല, ഏട്ടത്തിയാ. എന്നെ ആ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഈ വേഷത്തിൽ എന്നെ കാണുമ്പോ എന്തായിരിക്കും പ്രതികരണം? ഞെട്ടിപ്പോവും. രാവിലെ കണ്ടിട്ടും പറയാത്തത് കൊണ്ട് എന്നോട് ദേഷ്യം തോന്നും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്റെ ഒരു കുസൃതിയായിട്ടേ അദ്ദേഹം കാണുള്ളൂ. പിന്നെ ഞാൻ പറയാൻ ശ്രമിച്ചതുമാണല്ലോ. സാറെന്ന് പെണ്ണ് കാണാൻ പോകുന്ന ദീർഘസുമംഗലി യോഗമുള്ള ആ കുട്ടി ഞാനാ. ഒരു കണക്കിനത് നന്നായി. ഇങ്ങനെ കാണുന്നതിലൊരു ത്രില്ലുണ്ട്. ഒരു
ത്രില്ലിംഗ് റൊമാൻസ്.